നമ്മുടെ കമൽഹാസൻ ചിത്രമായിട്ടൊരു ക്ലാഷ് വെക്കാണ് പ്രൊഡ്യൂസേഴ്സിന്റെ തീരുമാനമാണ്, നമ്മുടെ തീരുമാനമല്ല. പ്രൊഡ്യൂസേഴ്സ് തീരുമാനിച്ചു ഈ ദിവസം തന്നെ റിലീസ് ചെയ്യാൻ. അപ്പോൾ അത് അവരാണ് പറയേണ്ടത്. തഗ് ലൈഫായിട്ടുള്ള ക്ലാഷ് വെച്ചത് ആ ധൈര്യം എന്താണെന്നാണ് ചോദ്യം. അത് ഞങ്ങൾക്ക് ഫിലിമിൽ നമ്മുടെ പടത്തിലുള്ള വിശ്വാസം അതായത് നമ്മുടെ പടം ഒരു ഫാമിലി മൂവിയാണ്. എല്ലാം ഫാമിലി കോമഡി ഫാന്റസി മൂവിയാണ്. അത് നല്ല രീതിയിൽ തന്നെ വരുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അല്ലാതെ ഓപ്പോസിറ്റായിട്ട് മനഃപൂർവ്വം വെച്ചൊന്നുമല്ല, നല്ല ഉദ്ദേശത്തോടെ തന്നെ വെച്ചാണ്. നല്ല റെസ്പോൺസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നല്ല റെസ്പോൺസ് ഉണ്ട്. ഇനി പ്രേക്ഷകരും നിങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്താലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ആൾക്കാരൊക്കെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ്. അതാണ് ഞാൻ ഇപ്പോൾ പ്രിവ്യൂ കണ്ടപ്പോഴും ഹാപ്പി ആയിരുന്നു. എല്ലാവരും നല്ല റെസ്പോൺസാണ് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓഡിയൻസിൻ്റെ കൂടി ഇരുന്ന് കാണുമ്പോൾ എങ്ങനെയാണ് റെസ്പോൺസ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫിലിം കൂടിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തുപ്പുറത്തൊക്കെ നോക്കുന്നുണ്ട്, ഇവരെന്താ ചിരിക്കുന്നുണ്ടോ, ഇമോഷൻ ആവുന്നുണ്ടോ. പക്ഷേ നമ്മളെ ഒരു ഇമോഷനിലോടുകൂടി കോമഡി ഇമോഷണൽ ഉണ്ട്. അപ്പം ആ ഇമോഷണൽ പോർഷൻ എത്തി കഴിഞ്ഞപ്പം എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാർ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് കണ്ണൊക്കെ തുടങ്ങി നടപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ വർക്കായിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷേ അത് പറയാൻ പറ്റില്ല, ബാക്കിയുള്ള ഓഡിയൻസും കൂടിയാണ്. ഇവിടെ കണ്ടിറങ്ങി എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ബാക്കി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ബാക്കി എല്ലാവരും റൈറ്റർ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ലിൻഡോ ദേവസ്യ, പിന്നെ റോഷൻ. നമ്മൾ 3 പേരാണ്. അപ്പോൾ പിന്നെ ഇത് നമ്മളെ ഫസ്റ്റ് പടം. അപ്പോൾ വലിയൊരു വിജയമാകട്ടെ. താങ്ക് യു സോ മച്ച്. ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഒരു പവറിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് പവറിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ മാത്രമല്ല ഞങ്ങൾക്ക് 2 ദിവസം മുമ്പ് ഇതിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ചെറിയൊരു ഭാഗമാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവിയാണ്, ഫാമിലി ടൈപ്പ് മൂവിയാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി മൂവി കാണുക. ഇന്ന് റിലീസായിട്ടുണ്ട്. ആരും OTTക്ക് വെയിറ്റ് ചെയ്യാതെ ഇന്ന് തന്നെ പോയി കാണുക. ഫാമിലിക്കൊക്കെ വർക്കാവുന്ന മൂവിയാണെന്ന് തോന്നി. ലാസ്റ്റ് ഇമോഷണൽ സംഭവമൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവരും സൈലൻ്റൊക്കെ ആയി. എല്ലാവർക്കും വർക്കാവുന്ന മൂവിയാണെന്ന് തോന്നി. എല്ലാവരും കരയൊക്കെ ചെയ്തു. നല്ലൊരു സസ്പെൻസിനാണല്ലോ സംഭവം കൊണ്ട് നിർത്തിയിരിക്കുന്നത് പടം. തുടങ്ങി തീരുന്നവർ ഈ പടത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ തുടങ്ങി തീരുന്നവരെ ഒരു രീതിയിൽ നമ്മൾ ബോറടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിനിടയ്ക്ക് നമുക്ക് കുറേ ഹ്യൂമറിൻ്റെ നുറുങ്ങുകൾ കിടക്കുന്നു. പിന്നെ നമ്മളറിയാതെ തന്നെ സന്തോഷം കൊണ്ടും മനസ്സ് വിങ്ങുന്നു. ഞാൻ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു. നമ്മൾ പല സിനിമയിലും പല ദൈവങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതൊരു പ്രത്യേകതയുള്ള ദൈവമാണ്. നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പോലെ തോന്നിക്കും. എന്തായാലും ഇത് എല്ലാ മനുഷ്യരിലേക്കും എത്തട്ടെ. അടിപൊളി. ദൈവം സൂപ്പർ. ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ നമുക്ക് കൂടും. കണ്ടിരിക്കാനൊരു ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. എൻജോയ് ആയിട്ട് മൂവിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഒന്നിച്ച് കാണാൻ പറ്റിയ മൂവി. ഒരു ഫാമിലി എന്റർടൈനർ, ലൈക്ക് ഒരു കുഞ്ഞി ഫാന്റസി ഒക്കെ മിക്സ്ഡ് മൂവി. നന്നായിരുന്നു. അടിപൊളി. ഒരുപാട് ഇഷ്ടമായി. എല്ലാ ഫാമിലീസും വന്ന് കാണണം. വേറെന്താ, ഇതിനകത്ത് ഇപ്പോൾ എല്ലാം ഒരു ഗോഡിൻ്റെ ഇതാണല്ലോ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതൊരു ഓരോരുത്തർക്കും വിശ്വാസക്കുറവിൻ്റെയും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. എന്താണെങ്കിലും ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നടക്കും എന്നുള്ളൊരു തോട്ടാണ് കൊടുത്തേക്കുന്നത്. വേറെ അടിപൊളി. ഭയങ്കര രസമായിരുന്നു കാണാൻ. നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. നല്ല എൻഗേജ്ഡ് ആയിരുന്നു മൂവി. ലാസ്റ്റ് ഒന്ന് കരയിപ്പിച്ചു. ക്ലൈമാക്സ് അടിപൊളിയാണ്. സൂപ്പറായിട്ട് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വന്ന് തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. ഇവളാണേലും സൈജേട്ടനാണെങ്കിലും സണ്ണി ആണെങ്കിലും പിന്നെ ഒരു മറ്റേ ക്യാരക്ടറാണ് വൈശാഖ് മോളെല്ലാവരും മസ്സലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് കാസ്റ്റിംഗ് തന്നെയാണ്. സോ പ്ലീസ് ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സിൽ അമ്മമാരൊക്കെ ധൈര്യപൂർവ്വം കൂട്ടി വന്നോളൂ. എല്ലാവർക്കും കുടുംബമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്.